പിന്നെതാ റെഡ് ചെരുപ്പും ഉണ്ട് കേട്ടോ. അങ്ങനെ കരഞ്ഞോണ്ട് ഇവിടുന്ന് പെട്ടിയെ കുണ്ടി പോയ ആളാണ്. അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്നാണ് ഷെഫ് മോന് അയർലൻഡിൽ നിന്ന് വരുന്ന ദിവസം കേട്ടോ. 10 മാസമായി പോയിട്ട്. അപ്പോൾ ഓനൊരു ചെറിയ ലീവിന് വരികയാണ്. ഓനവിടെ നിന്ന് ഇന്നലെ പുറപ്പെട്ടിട്ടുണ്ടോ. അപ്പോൾ ഓരോ സ്ഥലത്ത് എത്തി ഒമാനിലെത്തി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടേക്ക് രാത്രി 8 മണിക്കാട്ടോ എത്തുക. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് 6:30 ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരുക്കങ്ങൾ കഴിഞ്ഞപ്പോൾ വേഗം ഒന്ന് ഇറങ്ങിക്കാട്ടോ. നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ കാണിച്ചു തരും. ഞാൻ ഇടിപിടിച്ചിട്ട് പോകുമ്പോൾ കാണിച്ചു തരാനും പറ്റൂല. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ തയ്ച്ചിട്ടിട്ട് കാണിച്ചു തരാന്ന്. വില കാരണം കേട്ടോ 70, 60, 80 രൂപയുള്ളൂ ഈ ഒരു മെറ്റീരിയലിന് മീറ്ററിന്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് അങ്ങനെ ലോങ് ഒരു കോട്ട് തയ്ച്ചു. പിന്നെ ഈ ബ്ലാക്കും വൈറ്റും കൂടുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു കളർ കോമ്പിനേഷൻ കൊടുക്കുക ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ല ഡാർക്ക് കളർ കൊടുത്താൽ ഇപ്പോൾ ഇതൊരു വെറും ബ്ലാക്കും വൈറ്റും ആണെങ്കിൽ അത്ര ഒരു ഇതുണ്ടാവില്ലല്ലോ. ഒരു റെഡ് വന്നപ്പോൾ വേറൊരു രസമല്ല. പിന്നെ ഇതാ റെഡ് ചെരുപ്പും ഉണ്ട് കേട്ടോ. ഉള്ളിൽ സാധാരണ ബ്ലാക്ക് ഷിഫോണിന്റെ ഒരു സ്ലീവ്ലെസ് ഒരു ഇന്നറാണ് ഇട്ടിട്ടുള്ളത് ഫുൾ ലെങ്ത്. അതുപോലെ ഈ ഒരു റെഡ് വേറെ എവിടെയും ഞാൻ കൊടുത്തില്ല. അങ്ങനെ നമ്മൾ കഴുത്തിൽ കൊടുക്കും, പിന്നെ ഇങ്ങനെ കൊടുക്കും, നിറച്ച് ബോർഡറായിട്ട് നിറച്ച് കൊടുക്കും, അല്ലെങ്കിൽ ഷാളിന്റെ അറ്റത്ത് കൊടുക്കും. എവിടെയും കൊടുക്കാതെ ഈ ഒരു കൈന്റെ അറ്റത്ത് മാത്രം കൊടുത്തേക്കാണ് കേട്ടോ. ഷാൾ ഇതാ വളരെ വീതി കുറഞ്ഞ ഷാളാട്ട് എടുത്തിട്ടുള്ളത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർകോട്ടും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഞാൻ ഈ റെഡ് സാധനം ഒരു സ്ഥലത്തും കൂടെ വെച്ചിട്ടുണ്ട്. അത് എൻ്റെ ഒരു പരീക്ഷണമാണ് കേട്ടോ. ഞങ്ങൾക്ക് കാണിച്ചു തരാനില്ലാന്ന് വിചാരിച്ചു. ഇനി കാണിച്ചു തന്നാൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ ഒരു ബാക്കിൽ ഇവിടെ ഞാൻ ചെറിയൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ആ ഓപ്പണിൻ്റെ അവിടെ എന്തെങ്കിലും ഒരു റെഡ് കളർ കൊടുക്കാന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു ബോ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ജാതി തോന്നും. കാരണം അങ്ങനെ അടിയിലൊരു ബോ നമ്മൾ ആരും വെച്ചിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. ആരും അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലോ കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഞാനിത് എവിടെയും കണ്ടിട്ടില്ല. നമുക്കത് കാണാത്ത സാധനം പുതിയതായിട്ട് കാണുമ്പോൾ നമുക്ക് ഒരു ജാതി ചേർച്ചല്ല അങ്ങനെയൊക്കെ ഒന്നുമില്ല. പക്ഷേ അങ്ങനെയാണല്ലോ പുതിയ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കുന്നത്. പുതിയതുണ്ടാകുമ്പോൾ നമ്മൾ വേറെ എവിടെയും കാണൂലല്ലോ. അപ്പോൾ എനിക്കതൊരു രസമായിട്ട് തോന്നിട്ടോ. ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ഇതൊന്നും നല്ല വിഷയം. നമ്മൾ ഷെഫ് കുട്ടിനെ കാണാൻ പോണതും യാമിക്കുട്ടി ഷെഫ് മോനും മീറ്റ് ചെയ്യുന്നതും ഒക്കെ കാര്യം അതൊക്കെ നിങ്ങളും വെയിറ്റ് ചെയ്തിരിക്കണേ, ഞങ്ങളും വെയിറ്റ് ചെയ്തിരിക്കണേ ഇൻഷാ അല്ലാഹ്. അപ്പം യാമിക്കുട്ടിനെ ഒരുക്കിയിട്ടില്ല, ഓളെ പോയിട്ട് ഒരുക്കട്ടെ വേഗം. യാമിക്കുട്ടിക്ക് ഒരു സിമ്പിൾ ഡ്രസ്സാണ് കേട്ടോ. അവൾക്ക് സ്പെഷ്യൽ ഡ്രസ്സൊക്കെ വേണം കാക്ക് വരുമ്പോഴത്തേനും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എനിക്ക് കിട്ടിയത് ഈ ഒരു സിമ്പിൾ ഡ്രസ്സാണ് കേട്ടോ. ഇതാക്കാര്യം പഠിച്ചോൻ തീരുമാനിച്ച ഡ്രസ്സ്. പിന്നെ ഇതാ ഈ ഒരു ഷോർട്സ്. അല്ലെങ്കിൽ എയർപോർട്ടിക്കൊക്കെ പോകുമ്പോഴും പിന്നെ ഷെഫ് കുട്ടനക്കും അങ്ങനെ സിമ്പിൾ ഡ്രസ്സ് തന്നെയാണ് ഇഷ്ടം. എന്നാലും യാമിക്കുട്ടിയും അവനും കാണുമ്പോൾ ഒരു സ്പെഷ്യൽ ഡ്രസ്സ് വേണമെന്ന് എന്തോ ഒരു ആഗ്രഹം. ഉണ്ണിമോനൊക്കെ എത്തിയിട്ടുണ്ട്. കാക്കുവിനെ കൊണ്ടേക്കാൻ വേണ്ടിട്ട് വന്നതായിരുന്നു. പിന്നെ വരവൊക്കെ കുറവായിരുന്നു. 2 പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ വണ്ടിയിലെ പോണ കാക്കുനെ വിളിക്കാന്. പിസ്സ കഴിക്കാനല്ല, നമ്മൾ അങ്ങോട്ട് ഇവിടെ കാക്കുനെ വിളിക്കാനോ പോണേ. കാക്കു ബാബിനെ വിളിക്കാനോ. ഓളെ കാക്കുന് ഉണ്ണിമോ വന്നല്ലോ, അത് കഴിഞ്ഞു ഓള് വിചാരിച്ചേക്കുന്നു. ഇപ്പൊ യാമിക്കുട്ടിയൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് കാക്കുനെ കാണാൻ റെഡി ആയിട്ട്. ഞങ്ങൾ കാക്കുമായിട്ട് വരാന്ന് പറയാം. നിങ്ങൾ ദുബായിൽ നിന്ന് വരുമ്പോൾ എയർപോർട്ടിൽ നിങ്ങളെ കൂട്ടാൻ വരവരായിരുന്നു. അപ്പൊ നിങ്ങള് മകനെ കൂട്ടാൻ പോവുകയാണല്ലേ. പപ്പ അവിടെ കേറാം. അങ്ങനെ ഞങ്ങളിതാ എയർപോർട്ടിൽ എത്തി. ഷെഫ് ഫുഡിനെ അന്ന് കരഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് പോയതാ.
കിട്ടിയോ? ഇത് ഇങ്ങനെയൊന്നുമില്ലേ? രസമുണ്ടോ? ആ രസമുണ്ടല്ലോ. ഞങ്ങൾക്ക് വരുമ്പോ കാത്തിരിക്കാനും നോക്കാനൊക്കെ ഒരു കുഞ്ഞിപ്പെങ്ങളായി. എന്താ വിജൃംഭിച്ചിക്കണ്? ഇതെന്തിങ്ങനെ ഒരു മിനിയേച്ചർ മാതിരി? എനിക്ക് വീഡിയോയിൽ കണ്ടിട്ടേ അടുത്ത് കിട്ടിയ ഒരു പാവക്കുട്ടിനായി ഞാൻ എന്റെ മൈൻഡിൽ വലിയ ഒരാളാണ് വെച്ചത്. ഞങ്ങളുടെ നാട്ടിലത്തെ ചായ ഒക്കെ അടിപൊളിയല്ലേ? എല്ലാതും ഒന്നിനൊന്നിന് വെച്ചാൽ ഒക്കെയാണ് അവിടെ ഇല്ലാത്തത്. ഫുഡ് എല്ലാതും കിട്ടും. പക്ഷെ രസത്തിന് വാങ്ങിച്ചിട്ടുണ്ടാക്കണമെന്നൊന്നും അവിടെ ഇല്ല. വീട്ടിലേക്ക് എത്തിന്റെ ഒരു പൊലിവാക്കാര് കുട്ടികള് സ്കൂളിട്ട് വന്നിട്ട് വീട്ടിലേക്ക് എത്തുന്ന പോലെ. അവനവന്റെ വീട്ടിലേക്ക് എത്തിയണ്ടേ. വെച്ചിട്ടില്ല. ആ യാമിന്റെ ബർത്ത്ഡേയുടെ സമയത്ത് വെച്ചില്ലേ എന്റെ വീട്ടിലത്തെ ഊഞ്ഞാലേ. അങ്ങനെ ഷെഫ് കുട്ടനെയും കൂട്ടിയിട്ട് വന്നു. കുട്ടി ഉറങ്ങും ചെയ്തു. ഒരു വീഡിയോ കോളിൽ വിളിക്കുമ്പോ വലിയതായി എന്നാണ് ഒന്ന് വിചാരിക്കുന്നത്. നേരിട്ട് കണ്ടപ്പോ ഇപ്പോഴും ചെറിയ കുട്ടീനെ വിളിച്ചിട്ട് എനിക്ക് സന്തോഷമൊക്കെ ഉണ്ടാവും. വന്നിറങ്ങുമ്പോ വേറെ ഡ്രസ്സല്ലായിരുന്നില്ല. പിന്നെ ഡ്രസ്സിൽ ഇവിടെ കെച്ചപ്പായിട്ട് ഡ്രസ്സ് ഇന്നലെ കയറിയതല്ലേ. അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി പാടില്ലേ കയറിയപ്പെട്ടു. അങ്ങനെ കരഞ്ഞോണ്ട് ഇവിടുന്ന് പെട്ടിയെ കുന്തി പോയ ആളാണ്. അങ്ങനെ ചിരിച്ചോണ്ട് എത്തിയിട്ടുണ്ട് തിരിച്ചിട്ട്. നല്ല വെളുക്കൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അമ്മക്കുട്ടി കാക്കു ഹാപ്പി ആയോ? വന്ന് കയറാൻ നെയ്വില്ലിട്ട്. അപ്പൊ ഞങ്ങൾ പെട്ടി ഇറക്കാൻ പോവുകയാണ്. മിഠായിയുടെ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിട്ട്. അവിടെ പിന്നെ കട്ടയൊക്കെ അറിയാലോ അല്ലേ? ഇപ്പോഴും ആ കട്ടയായിട്ട് നിൽക്കുന്നുണ്ട്. എങ്ങനെ ക്യൂട്ട്. ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോ ഇങ്ങനെ അല്ലല്ലോ. ഇവിടെ വെച്ചിട്ട് പെട്ടി തുറക്കുന്ന ചടങ്ങാണ്. ഞാൻ ആദ്യമേ പറഞ്ഞത് അയർലൻഡിലൊക്കെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ, നല്ല വില പിടിച്ച സാധനങ്ങൾ. അപ്പോൾ ഞാൻ പറയും എന്തൊക്കെ ഇപ്പൊ കൊണ്ടുവരിക, എങ്ങനെ ഇപ്പൊ കൊണ്ടുവരികയാണ്. ഞാൻ പറഞ്ഞത് വെറുതെ പണ്ടൊക്കെ ആയിരുന്നു ഫോറിൻ സാധനങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര കൊതിയും അതിന് കാത്തിരിക്കുന്ന ആൾക്കാരും ഒക്കെ അവർക്കൊക്കെ കൊടുക്കലൊരു സന്തോഷം. എല്ലാ സാധനങ്ങളും എല്ലാവർക്കും കിട്ടുമല്ലോ. അപ്പൊ ഇതിനൊന്നും കൊതിയില്ല. അപ്പൊ ഞാൻ പറയും പണ്ടത്തെ അതേ നാട്ടു നടപ്പിൽ ഇപ്പൊ അങ്ങനെ കൊണ്ടുവരണമെന്നൊന്നുമില്ല. നമുക്കപ്പൊ പെട്ടി തുറക്കുന്ന വ്ളോഗൊക്കെ പോകുമ്പോൾ എടുക്കൂല. അപ്പം പെട്ടി തുറക്കുന്നത് ഒന്നും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ അതേപടി കാണിക്കും. കാരണം ഇത് മടിയുള്ളവരും ഉണ്ടാവുമല്ലോ. നമ്മൾ നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ ആ പെട്ടിയിൽ എന്താ കൊണ്ടുപോവുക, ഇല്ലാതെ എങ്ങനെ പോവുക. പക്ഷെ അങ്ങനൊന്നും അതിനൊന്നും ആവശ്യമില്ല. അതൊക്കെ പൈസ തന്നെയാണല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുക, അല്ലാതെ എന്തെങ്കിലും സാധനങ്ങൾ വലിച്ചു വാരി. പണ്ടൊക്കെ ഇക്ക അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വലിച്ചു വാരി കൊണ്ടുവരുന്നു. ഷൊഫ്മോന്റെ പെട്ടി തുറക്കൽ കാണാൻ എന്തായാലും നമുക്ക് വന്നിട്ട് ഡ്രസ്സ് മാറ്റാനോ ഒഴിവില്ലാതെ പെട്ടി തുറക്കട്ടെ. എന്താന്ന് വെച്ചാലേ ഓന് ഇന്നലെ വെച്ചതല്ലേ ബോക്സിലേക്ക്. അപ്പൊ ഇതൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കണം. ചോക്ലേറ്റുകളൊക്കെ എന്താ യാമിക്കുട്ടിക്ക ഒരാഴ്ചയോളായിട്ട് ഫ്രിഡ്ജ് കിടക്കുന്നുണ്ട്. അലിയൂല. അവിടെ മിഠായി അലിയൂല. ഇവിടെ വന്നത് അലിയോ. ഉണ്ടാവും കുറച്ച് വലുതന്നെ കാര്യം. എന്താ മമ്മിക്കുട്ടിക്ക് ബാഗ് കുറച്ച് കൂടുതലുണ്ടാവും. കൂട്ടില് പൂപ്പുണ്ടോ?
കേട്ടോ യാമി. ഇനി വേറൊരു സാധനമുണ്ട്. അതെന്താ യാമി? നമുക്ക് തോട്ട്സ് എഴുതി വെക്കാൻ വേണ്ടിയാ പഠിച്ചത്. അതന്നെ ഉള്ളു അവിടെ കൊണ്ടുവരാൻ ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളു. പിന്നെ ഇതാ പെട്ടി നിറയെ എല്ലാവർക്കും കൊടുക്കാനുള്ള ചോക്ലേറ്റുകൾ അല്ലേ. കടന്നിട്ടേ മേലൊക്കെ നോക്കി ഇങ്ങനെ കഴിക്കും. പത്തേമാരിലും അല്ലേ നിങ്ങൾക്ക് പിന്നെ ഇതൊക്കെ തന്നെ അല്ല അവിടെ തീറ്റ. അല്ല അത് ശരിയാട്ടോ. പത്തേമാരിൽ പറയണ മാതിരി അതില് പറയണ പോലെ അല്ലേ ഞങ്ങൾ ഇതൊക്കെ തന്നെ അതല്ലേ ചോറും കഞ്ഞില്ലാത്തതല്ലേ. മിഠായിക്കൊന്നും അവിടെ ഒരു കുറവുമില്ല. വിഷമങ്ങളിൽ നിന്നും സങ്കടത്തിൽ നിന്നും അകറ്റിയ ബിസ്ക്കറ്റ് ഉണ്ട്. ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്, നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റിന്റെ ബിസ്ക്കറ്റ്. വിലയും തുച്ഛം ഗുണവും വെച്ചു അത് കഴിച്ചിട്ട് ഞങ്ങളെ കിളി മാറിപ്പോയി. കുറച്ച് പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ്. ഒന്നാമതും കൊടുത്തത് എന്നിട്ട് പെട്ടിട്ടുണ്ടേക്ക് ഒന്നോടെ വെച്ചു. ഇനിയിപ്പോ ഇതെന്തൊക്കെ കാട്ടിക്കൂട്ടുണ്ട് ആർലാൻഡ് പെർഫ്യൂം ഒക്കെ. അങ്ങനെ ഷെഫ് മോനും വന്നു. പെട്ടി തുറക്കലും കഴിഞ്ഞു. സമയം കൂടി പറഞ്ഞു കൊടുക്കുക. 2 മണി ആവാനായി. 1 മണിയായി. ചോക്ലേറ്റുകളൊക്കെ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടപ്പോ തുറന്നതേ. അപ്പൊ 1.5 മാസത്തെ ലീവിനാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇനി നാളെ വേണം പട്ടാമ്പി വീട്ടിലേക്കും ഇവിടുത്തെ അമ്മാക്കും ഉപ്പാക്കും ഒക്കെ സർപ്രൈസ് കൊടുക്കണം. ഓലൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പൊ വന്നത്. അപ്പൊ ഇൻഷാ അല്ലാ ആ വീഡിയോ ഒക്കെ ആയിട്ട് വരണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കുട്ടിക്ക് ഡോളും ഷൂസും ഒക്കെ കിട്ടിയിട്ട് ഹാപ്പി ആയില്ലേ യാമി? ഓക്കെ.